എന്നിൽ നിന്ന് രക്ഷപ്പെടാനോ? എടി, നിന്നെ കൊല്ലണമായിരുന്നെങ്കിൽ അതെനിക്ക് എന്നെ കഴിയുമായിരുന്നു. നിനക്ക് ബോധം വീഴുന്നതിന് മുമ്പ് ഇന്നലെ നടുക്കടലിൽ കൊന്ന് വലിച്ചെറിയാമായിരുന്നു. എന്റെ വാക്കുകൾക്ക് നീ എന്നും കാതടച്ചിട്ടേ ഉള്ളൂ. ഇനി നീ കേട്ടല്ല, തൊട്ടറിയണം, കണ്ടറിയണം. നോക്ക്. ജൂലി, ലക്ഷ്മി, ലക്ഷ്മി, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതെന്റെ ലക്ഷ്മി തന്നെ. യെസ്, ഐ ആം അലൈവ്. നീ ഉണരാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ പാതി മയക്കത്തിൽ എന്നെ കണ്ടാൽ നീ ഭയക്കൊന്ന് ഹരിയേട്ടൻ പറഞ്ഞു. ഈ സ്ഥലം ഇതെവിടെയാണ്? മംഗലാപുരം, എന്റെ ചെറിയച്ഛന്റെ വീട്. ചെറിയച്ഛനോ? അതൊക്കെ പറയാം. ഞാൻ എന്റെ കണ്ണോട് കണ്ടതല്ലേ നീ കത്തി എരിഞ്ഞ് അലറി നിലവിളിച്ചത്. ഒരു തീപ്പൊള്ളലിന്റെ പാട് പോലുമില്ല. അപ്പോ അന്ന് മരിച്ച സ്ത്രീ ആരാണ്? ആരോ, പേരെനിക്കറിയില്ല. ഹരി എന്തിനാ അവരെ കൊന്നത്? കൂടെ ഡോക്ടർ ശശിവർമ്മയും അല്ലേ? ഹായ് ലക്ഷ്മി. ഹായ്. ഒറ്റയ്ക്കുള്ളൂ? അതെ, ഹരിയേട്ടന് തിരക്കാ. ഹരിയേട്ടൻ? ഓ, ഹരി. ഹണിമൂൺ എൻജോയ് ചെയ്യാതെ ഭാര്യയെ ഒറ്റയ്ക്ക് വിടുന്ന കസ്മലൻ. വെരി ബാഡ്. ആ ദുഷ്ടനോടൊന്ന് പറ, ദാ ഒരു സ്കേപ്പ് ഗോട്ട് ഇങ്ങനെ അലഞ്ഞു തിരിയുന്നു, വീട്ടിൽ വിളിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ശാപ്പാടെങ്കിലും തരാൻ. ഓ, അതിനെന്താ, എപ്പോ വേണമെങ്കിലും വരാലോ. ഷുവർ. ഞാൻ ഹരിയേട്ടനോട് പറയാം. ഡോക്ടർ അവിടെ വന്ന് ക്ഷണിക്കും. ഇത് പാക്ക് ചെയ്യൂ. ശരി മാഡം. ഡോക്ടർ ഒന്നും സെലക്ട് ചെയ്തില്ലേ? ഞാൻ ഡ്രസ് എടുക്കാൻ വന്നതല്ല, ഈ പേഷ്യന്റിനെ തേടി ഇറങ്ങിയതാ. വട്ടുള്ളവരൊക്കെ ഇപ്പൊ പുറത്തല്ലേ? ഞാൻ വരട്ടെ. ആ ലക്ഷ്മി നിൽക്ക്. ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ. യാതൊരു സഭാകമ്പവും ഇല്ലാതെ അന്നൊരു സ്റ്റൈലൻ കീസോഫ്രേനിയ പെർഫോമൻസ് നടത്തിയ തനിക്ക് ഇത്രയ്ക്ക് സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ല? നോ, ഇറ്റ് വാസ് നോട്ട് എ പെർഫോമൻസ്. ബട്ട് സി ലക്ഷ്മി, ഭ്രാന്തുള്ളവർ എനിക്ക് വട്ടില്ല ഡോക്ടറെ എന്ന് പറയും. നോർമലായ ആരും ഭ്രാന്തുണ്ടെന്നും പറയില്ല. എന്റെ ഹോസ്പിറ്റലിൽ എല്ലാ മുറിയിലും മൈക്രോഫോൺസ് ഉണ്ട്. താനൊന്ന് ജൂലിയോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഓക്കെ ഡോക്ടർ, സീ യു ലേറ്റർ. ലേറ്റർ? ഇനിയും ലേറ്റർ? നോ നോ, സൂണർ ദ ബെറ്റർ. വാട്ട് നോൺസെൻസ്. കൈയെടുക്കൂ. എടുത്തില്ലെങ്കിലോ? എടുത്തില്ലെങ്കിൽ നീ എന്തോ ഇവിടെ കൈവയ്ക്കും. കാറിന്റെ ഡോറി മാത്രമല്ല, മറ്റു പലയിടത്തും തടയോ നീ? നോ, യു കനോട്ട്. അന്ന് നീ തകർത്തത് എന്റെ പബ്ലിക് ഇമേജ് മാത്രമല്ല, ആത്മാഭിമാനം കൂടിയാണ്.
അത് റിപ്പയർ ചെയ്യണം. യു ഹാവ് ടു റിപ്പയർ ഇറ്റ് വിത്ത് യുവർ ബോഡി ഓൺലി വൺസ്. സീ, ഐ ആം എ സൈക്കാട്രിസ്റ്റ്, ഭ്രാന്തുള്ള മനഃശാസ്ത്രജ്ഞൻ. ഓക്കെ ഓക്കെ, ലെറ്റ് ഇറ്റ് ബി എ സീക്രട്ട്. വേറെ ആരും അറിയില്ല, അറിയരുത്. ഐ ആം റിപ്പീറ്റിംഗ്, once, only once. Okay, relax, relax. See you later. വീട്ടിലെത്തിയ ഉടനെ ഞാൻ ഹരിയേട്ടന് ഫോൺ ചെയ്തു. പ്രസ് ക്ലബിൽ, ഫ്രണ്ട്സിന്റെ വീടുകളിൽ, പിന്നെ പതിവായി പോകാറുള്ള എത്രയോ നമ്പറുകളിൽ. എവിടെയും ഹരിയേട്ടന് കിട്ടിയില്ല. ഒരേ ആൻസർ, ജസ്റ്റ് ലെഫ്റ്റ്. പ്രസ് ക്ലബിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു ഫോൺ. ബാവ ഈസ് വെയിറ്റിംഗ്. വിളിച്ചതൊരു അജ്ഞാതൻ. അവിടെ ചെന്നപ്പോൾ മറ്റൊരു ഫോൺ, വേറൊരിടത്തിയല്ല. അവിടെ എത്തിയപ്പോൾ മീറ്റിംഗ് പ്ലേസ് വീണ്ടും മാറ്റിയിരിക്കുന്നു. ഓരോ തവണയും വിളിച്ചിരുന്നത് ഒരേ ആളായിരുന്നില്ല. പിന്നെ ഞാൻ മംഗലാപുരത്തിന് വിളിച്ചു, ചെറിയച്ഛന്. അവിടെ അതേ ആൻസർ, ഔട്ട് ഓഫ് സ്റ്റേഷൻ. ഫോണിൽ കിട്ടിയില്ലെങ്കിലും ഞാൻ അന്ന് ഇവളുടെ നാട്ടിലുണ്ടായിരുന്നു, ബാവയുടെ അതിഥിയായി. സത്യത്തിൽ അന്ന് ഇവൾക്കൊരു വിവാഹ സമ്മാനം കൊടുക്കാനാണ് ഞാൻ വന്നത്. ഇവളുടെ അഡ്രസ് അറിയില്ല. പ്രസ് ക്ലബിൽ അന്വേഷിക്കാൻ പോയ മൂസാക്കെ വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ. ക്രിസ്റ്റി, ഹരിപ്രസാദ് എന്നെ അന്വേഷിച്ച് എവിടൊക്കെയോ അലയുകയാവും. ബുദ്ധിമാനാണ് അവൻ. നമ്മുടെ ഈ കള്ള ഫോൺ വിളി അവൻ മനസ്സിലാവും. ഇനി നിന്റെ ഊഴമാണ്. ഹരി വീട്ടിലെത്തരുത്, തടയണം. തടഞ്ഞേ മതിയാവും. കൈവിട്ടു പോകും തോന്നിയാൽ മാർഡാലോ സാലേക്കും. ഇതൊരു ജീവന്റെ പ്രശ്നമാണ്, എന്റെ അല്ല നിന്റെ. തോറ്റു മടങ്ങിയാ നീ പിന്നെ ബോംബെ കാണില്ല. ജി, ചിണ്ടന്റെ കളി തുടങ്ങി. കാണികളില്ല, റഫറിയില്ല. ഇപ്പുറത്ത് കാണാമറയത്ത് ഞാൻ, അപ്പുറത്ത് നീ. കൃഷ്ണപുരം കോലോത്തെ മഹേന്ദ്രവർമ്മ തമ്പുരാനെ, നീ മാത്രം. മരണം, ദുർമരണം, അതാ ചാരഫലം. പക്ഷേ അതാര്? ഞാനല്ല. ബാബ, വാട്ട് ഹാപ്പൻഡ്? എന്ത് ബാബ, എന്ത് പറ്റി? ലോറൻസേ, പതിറ്റാണ്ടുകളായി നെഞ്ചു തകർക്കുന്ന ഒരു പഴങ്കഥയുണ്ടോ എനിക്ക്. അറിയണം. ആ കഥ കേട്ട് ഞെട്ടിപ്പോയി ഞാൻ. എന്റെ ഏട്ടന്റെ കുലം മുടിക്കാൻ കരുക്കളെല്ലാം നീക്കിക്കഴിഞ്ഞിരുന്നു ബാവ. ഹരി, ലക്ഷ്മി, എല്ലാവരെയും അയാൾ കുടുക്കിക്കഴിഞ്ഞിരുന്നു, അവരറിയാതെ. രക്തം തിളച്ചെങ്കിലും ബാബയുമായി ഒരു ഡയറക്റ്റ് എൻകൗണ്ടറിന് സമയമായില്ലെന്ന് തിരിച്ചറിഞ്ഞു ഞാൻ. ഇതിനിടെ മൂസാക്കി എത്തി ഹരിയുടെ അഡ്രസ്സുമായി. ബാവയോട് എന്തോ കള്ളം പറഞ്ഞ് ഞാൻ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് തിരിച്ചു. പേടിക്കണ്ട. ഇന്റർനാഷണൽ സിംബൽ ഓഫ് പീസ്, സമാധാനം. വന്നത് അക്രമത്തിനല്ല, അനാക്രമണ സന്ധിക്ക്. ഹരി എവിടെ? പുറത്തു പോയിരിക്കുക, എത്തിയിട്ടില്ല. ഉടനെ എത്തും. ആ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇങ്ങ് വാ, ഇങ്ങ് വാ. ഇത് സൂസൻ, എന്റെ ഹോസ്പിറ്റലിലെ നഴ്സ്. എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന എന്റെ ഗേൾഫ്രണ്ട്. ഇന്നു മുതൽ നിന്റെ നഴ്സാണ്. എന്തിനാ? കൊട്ടാരത്തിൽ നിന്ന് അച്ഛൻ തമ്പുരാൻ വിളിച്ചിരുന്നു. നിനക്കിപ്പോഴും ഭ്രാന്തുണ്ടെന്നാ അങ്ങയുടെ വിചാരം. ഛേ, ഞാനത് വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ലക്ഷ്മി അന്ന് എന്നോട് പറഞ്ഞില്ലേ, ഇറ്റ് വാസ് നോട്ട് എ പ്രിട്ടൻഷൻ, ശരിക്കും അസുഖമായിരുന്നു എന്നൊക്കെ. അതും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇഞ്ചക്ഷൻ? അത് വരെ ഒരു ബി കോംപ്ലക്സ് ഇഞ്ചക്ഷൻ. വേണ്ട, എനിക്ക് വേണ്ട. ഹരിയേട്ടൻ ഇപ്പൊ വരും. വരട്ടെ, അയാൾക്കും ഒരു ഡോസ് കരുതിയിട്ടുണ്ട്.
ഈ ഹണിമൂൺ പീരീഡിൽ ഒരു നെർവസ് സ്റ്റിമുലന്റ് വെച്ച് എഫക്റ്റീവ്. നീ കോപ്പറേറ്റ് ചെയ്താൽ ഈ ഇഞ്ചക്ഷൻ ഒഴിവാക്കാം. ഇത് ബി കോംപ്ലക്സ് അല്ല, ഇത് സ്ട്രോങ് ഡോസ് സഡേറ്റീവ് ആണ്. മിനിമം 1.5 ദിവസമെങ്കിലും നീ കിടന്ന് ഉറങ്ങും. ഹലോ സനീൽ, ഗിവ് മീ ജൂലി പ്ലീസ്. ജൂലി പ്ലീസ്. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും ആളെ കത്തുകയായിരുന്നു. അകത്തേക്ക് കടന്നതും കണ്ടത് കത്തിയേറിയുന്ന 2 ശരീരങ്ങൾ. ലക്ഷ്മി. അതിലൊന്ന് ലക്ഷ്മിയാണെന്ന് ജൂലി വിശ്വസിച്ചതുപോലെ ഞാനും വിശ്വസിച്ചു. ലക്ഷ്മി. അപ്പോഴാണ് പുറത്ത് തന്റെ നിലവിളി. അല്ല, ഞാനല്ല. സത്യം തന്നോട് തുറന്നു പറയാൻ വേണ്ടിയാ ഞാൻ പിന്തുടർന്നത്. തിരിച്ച് വീട്ടിലെത്തിയതേ ഓർമ്മയുള്ളൂ. ക്ലോറിന്റെ മണമുള്ള പൈപ്പ് വെള്ളം മുഖത്ത് വീണു. ബൂട്ടിട്ട കാലുകൊണ്ട് ആരൊക്കെയോ ചവിട്ടി. ഉണർന്നപ്പോ പോലീസ് സ്റ്റേഷനില. പിന്നെ നടന്ന ഭേദ്യങ്ങളൊക്കെ ശരീരത്തിനെ ബാധിച്ചുള്ളൂ. ബോധം മറയുന്നവരെ മനസ്സിലൊന്നേ ഉണ്ടായിരുന്നുള്ളൂ, കത്തിയെരിയുന്ന എന്റെ ലക്ഷ്മി. കൂടെ ഞങ്ങൾ കാത്തിരുന്ന ഞങ്ങളുടെ പിറക്കാത്ത കുഞ്ഞും. സത്യമല്ല ഞാൻ മനസ്സിലാക്കുന്നത് 2 ആഴ്ച കഴിഞ്ഞാണ്.
ലക്ഷ്മിയെ കൊന്നത്. എന്നെ വിശ്വസിക്കണം തമ്പുരാൻ. കുട്ടി, ലക്ഷ്മി മരിച്ചിട്ടില്ല. തമ്പുരാൻ, സത്യമാണ് കുട്ടി. എന്റെ അനുജൻ കൃഷ്ണവർമ്മയുടെ വീട്ടിലുണ്ട്, സുരക്ഷിതയാണ്. ഷോക്ക് അങ്ങോട്ട് മാറിയിട്ടില്ല എന്ന് മാത്രം. ഉണരുമ്പോഴൊക്കെ നിന്നെ അന്വേഷിക്കും. കൃഷ്ണവർമ്മ ഒരുപാട് ശ്രമിച്ചു തന്നെ ജാമ്യത്തിലിറക്കാൻ. എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. രക്ഷ അകലെയല്ലാന്ന് ധരിക്കുക. ഉറക്കമില്ലാത്ത ഒരു രാത്രി ലക്ഷ്മിയെ ജീവനോടെ കണ്ടില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയപ്പോൾ ഒരു പാഴ്വേലയ്ക്ക് മുതിർന്നു. ഒരു ജയിൽ ബ്രേക്ക്. പക്ഷെ പിടിക്കപ്പെട്ടു. അവരെന്നെ സെൻട്രൽ ജയിലിലെത്തിച്ചു. ഇതുവരെ പറഞ്ഞതൊക്കെ എന്റെയും ലക്ഷ്മിയുടെയും കഥ. ജൂലി എന്നെ കണ്ടപ്പോഴൊക്കെ എനിക്ക് സൂര്യയുടെ മുഖമായിരുന്നു. അതൊരു മാസ്കായിരുന്നു കുട്ടി, മുഖം മൂടി. ബാവ ഏൽപ്പിച്ച ജോലിയുടെ ഭാഗം. അന്ന് തന്റെ വീട് റെയ്ഡ് ചെയ്യപ്പെടുമെന്നറിഞ്ഞപ്പോ രക്ഷപ്പെടുത്താനാണ് ഞാൻ പാഞ്ഞെത്തിയത്. പക്ഷെ അല്പം വൈകിപ്പോയി. എനിക്കൊരിക്കലും തന്നോട് പകയോ വൈരാഗ്യോ അത്ര ഒരു ഫീലിങ്സും തോന്നിയിട്ടില്ല. എന്റെ ലക്ഷ്മിയുടെ ജൂലിയെ സ്വന്തം അനിയത്തിയായിട്ടാണ് ഞാൻ കരുതിയിട്ടുള്ളൂ. എന്നും. ജൂലി,